ഹായ് ഹലോ, ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ 6 മന്ത്സിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത്, മെയിൻലി എന്താണ് കഴിക്കുന്നത്, എത്ര നേരമാണ് കഴിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നോർമലി ഞാനിപ്പോൾ 2 നേരമാണ് അവൾക്ക് കൊടുക്കുന്നത്. 6 മന്ത്സിൽ മൊത്തം ഓൾമോസ്റ്റ് 6 മന്ത്സ് കംപ്ലീറ്റഡ് ആയി. ഞാൻ 2 നേരമാണ് അവൾക്ക് കൊടുക്കുന്നത്. 3 നേരം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ബ്രസ്റ്റ് മിൽക്കിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. ഇവൻ കുട്ടി എത്രത്തോളം കഴിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ 6 മന്ത്സ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഒരു അതായത് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ് നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പെട്ടെന്ന് 3 നേരം ആക്കേണ്ട ആവശ്യമില്ല. എനിക്ക് 3 നേരം ആക്കണമെന്ന് തോന്നിയില്ല. ഞാൻ വിചാരിച്ചു ഒരു 7 മന്ത്സ് പകുതി ആകുമ്പോൾ 3 ടൈംസ് ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ 2 നേരമാണ് കൊടുക്കുന്നത്. മോർണിംഗ് ഒരു 10 o'clock ആകുമ്പോൾ ഒരു 10 to 11 o'clockനുള്ളിൽ ഒരു മീല് കൊടുക്കും. അതേപോലെ ഒരു 6 to 7 PM ഒരു മീല് കൊടുക്കും. അങ്ങനെ 2 മീൽസാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. കാരണം അത് സഫീഷ്യൻ്റ് ആണെന്ന് തോന്നി. നിങ്ങൾക്കിപ്പോൾ കുട്ടി വിശപ്പ് ഒരുപാട് ഉണ്ട്, ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ളവർ, ഫോർമുല മിൽക്കിലേക്ക് മാറിയവർ, ഫോർമുല മിൽക്ക് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വർക്കിംഗ് വുമൺസ് ഒക്കെ ആണ് 3 നേരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 നേരത്തെ ഫുഡ് കൊടുക്കാം. ഞാൻ 2 നേരമാണ് കൊടുക്കുന്നത്. നമുക്ക് 7 മാസം ആകുമ്പോഴാണ് ആസ് പെർ ഡോക്ടർ അഡ്വൈസ് 7 മന്ത് ആകുമ്പോൾ നല്ലോണം ബ്രസ്റ്റ് മിൽക്ക് ഉള്ള ആൾക്കാർ 7 മന്ത് ആകുമ്പോൾ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. സോ ഞങ്ങൾ അമ്ലു എന്തൊക്കെയാണ് 2 നേരം കഴിക്കുന്നത് എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാനിപ്പോൾ വാട്ട് ഷീ ഈറ്റ്സ് ഇൻ എ ഡേ 6 മന്ത്സിൽ. ഇത് ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ ഓൾറെഡി അവൾക്ക് 6 മന്ത്സിൽ കൊടുത്ത റെസിപ്പീസ് എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ ഓൾറെഡി ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. ഷോർട്സ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അവൾ കഴിക്കുന്നത് എന്നുള്ളത്. മോസ്റ്റ്ലി ഞാൻ ഒരുവിധം എല്ലാ ഫുഡ് കൊടുത്ത് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ് 6 മന്ത്സിൽ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ സീരിയൽസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അവൾക്ക്. ആകെ ഞാൻ പോഹ മാത്രമേ 6 മന്ത്സിൻ്റെ ലാസ്റ്റിൽ ഞാൻ അവൾക്ക് കൊടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതിനനുസരിച്ച് എന്തൊക്കെയാണ് അവൾക്ക് ഇതെന്നുള്ളത്, അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഓൾമോസ്റ്റ് എന്തൊക്കെയാണ് ഒരു ദിവസം കൊടുത്തത്, മോസ്റ്റ്ലി അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. മെയിനായിട്ട് അവൾക്ക് ആപ്പിൾ പ്യൂരിയും ബനാനയൊക്കെയാണ് ഇഷ്ടം. ഞാൻ ഒരു നേരം വന്നിട്ട് റാഗി അല്ലെങ്കിൽ വീറ്റ് പൗഡറിൻ്റെ ഒരു കട്ടിയുള്ള ആഹാരം കൊടുക്കാൻ നോക്കും. രാവിലെ ഫ്രൂട്ട്സ് കൊടുക്കും. കാരണം ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് വൺസ് ഇൻ എ ഡേ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അവരെ കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വന്നിട്ട് അവർക്ക് കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയുക ഇതുണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു നേരം നിങ്ങൾ ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. സോ നല്ല ഉറക്കം വരുന്നുണ്ട് അവൾക്ക്. ഇപ്പോൾ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. അത് വീഡിയോ ആഡ് ചെയ്യാം ഇതിൽ. അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കുക. ഞാൻ മാക്സിമം അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കൺഫ്യൂസിങ് ആണെന്ന് അറിയാം. കാരണം ചെക്കൻ്റെ സമയത്തും എനിക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആയിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റി. ഞാൻ വിചാരിക്കുന്നു ഇന്നിപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാമെന്ന്. ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മുടി വലിക്കരുത്. അങ്ങനെ രാവിലെ മൂത്ത ആളെ സ്കൂളിലേക്ക് അയക്കാനുള്ള അംഗമൊക്കെ കഴിഞ്ഞ ശേഷമാണ് വെള്ളിക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. ഇതിനിടയിൽ അവൾ എണീച്ചിട്ടുണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളെ എന്നിട്ട് അച്ഛമ്മയുടെ കയ്യിലോ അല്ലെങ്കിൽ പേട്ടനോ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ടായിരിക്കും സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോവുക. അതിനുശേഷം വന്നിട്ട് അവൾക്കൊന്ന് ചെറിയ ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ചെറുതായിട്ട് അവളുമായിട്ടൊന്ന് സംസാരിച്ചതൊക്കെ കഴിഞ്ഞ് ഡൈപ്പർ ചേഞ്ചൊക്കെ ചെയ്തിട്ട് അവൾ റിലാക്സ് ആവും. അപ്പോൾ ഒന്ന് കളിക്കാനൊക്കെ കിടക്കും. അവൾ കുറച്ച് നേരം കളിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അവൾക്ക് വേണ്ടത് ഫീഡും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ കളിക്കും അവൾ കുറച്ച് നേരം. അതിനുശേഷം ഇപ്പോൾ ഇടയ്ക്ക് ഫ്രൂട്ടറിൽ കുറച്ച് ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ അതിന് അച്ഛനുമായിട്ടുള്ള കളിയാണ്. ഗിജി 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 ബാബു ബുബു ബാ ഗിജി 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 നോക്ക് കൂടെ അച്ഛാടോ അച്ഛവിടെ അച്ഛ ക്യാമറ നോക്കുകയാണോ നീ? അമ്പടെ നോക്കടി. അവളിടയിൽ കളിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും കളിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഇതിനിടയിൽ ഇവൾക്ക് വേണ്ട ഫ്രൂട്ടിൻ്റെ കാര്യങ്ങൾ, അവളുടെ ബോട്ടിൽ കാര്യങ്ങൾ, പിന്നെ അവൾക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കിയൊക്കെ വെക്കും. രാവിലെ ഒരു 10
10 മണി തൊട്ട് 11 മണിക്കുള്ളിൽ ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കും കേട്ടോ. ഇതിനിടയിൽ ചിലപ്പോൾ അവളൊരു നാപ്പ് എടുക്കാനും സാധ്യതയുണ്ട്. കാരണം എല്ലാം ചെയ്തിടയിൽ വരുമ്പോൾ സമയം ചിലപ്പോൾ കുറച്ച് അവൾക്ക് ചിലപ്പോൾ ഉറക്കം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നാപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ചിലപ്പോൾ കുറച്ച് നാപ്പ് എടുത്തിട്ടില്ല. അത് വേരീസ് ആണ് കേട്ടോ ഈ ഒരു 6 മന്ത്സിലെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ 2 മീൽസാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അവൾക്ക് പപ്പായയാണ് കൊടുക്കാൻ പോകുന്നത്. വെരി ഈസി ടു മേക്കാണ് ഇത്. നമുക്ക് ഇതിനുള്ള ബെനിഫിറ്റ്സ് പറഞ്ഞറിയിക്കേ വേണ്ട. ഒന്ന് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പപ്പായ പ്യൂരി റെഡിയായി. ഇത് ഈസി ടു ഡൈജസ്റ്റ് ആണ്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ വിറ്റമിൻ എ ആൻഡ് സിയുടെ കലവറയാണ്. ഫോളിക് ആസിഡും ഫൈബറും കണ്ടൻറ്റും കൂടുതലുണ്ട്. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും ഇത് കുട്ടികളിൽ. മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല സ്വീറ്റ് ആയിരിക്കില്ലേ. നല്ല പഴുത്ത പപ്പായ എടുത്ത് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവൾ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പപ്പായ കഴിക്കാൻ. നിങ്ങൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു നേരം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊടുക്കാൻ ട്രൈ ചെയ്യുക ആദ്യത്തെ ഇതിലൊക്കെ. കാരണം കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം മിൽക്കിൽ നിന്ന് ഇതിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ, സോളിഡ്സിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഒക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഉറക്കം ഉണ്ട് ആൾക്ക്. ഒരു 2 hours എങ്കിലും ഉറങ്ങും ആൾ. അതാണ് അവളുടെ ലോങ് നാപ്പ് എന്ന് പറയുന്നത്. അതിനിടയിൽ ഒരു ഫീഡ് എടുക്കും, എന്നിട്ട് നല്ലോണം കിടന്നുറങ്ങും. ഇത് കഴിഞ്ഞിട്ടുള്ള കളിയാണ് കേട്ടോ. ഉറങ്ങി എണീച്ചിട്ടുള്ള കളിയാണ് ഈ കാണുന്നത്. അവളുടെ നോർമൽ റൊട്ടീൻസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ആളിപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ വേർഡ്സൊക്കെ പറയാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കുട്ടികളൊക്കെ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ തുടങ്ങിയതെന്ന് പറയണേ. അടുത്ത നാപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു 6 to 7 o'clock 7 o'clock മുമ്പ് ഫൈനൽ ആയിട്ടുള്ള മീൽ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് ലേറ്റ് ആക്കാറില്ല. ഡൈജഷൻ ഇഷ്യൂ വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈവനിങ് കൊടുക്കാൻ പോകുന്ന ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. ഇതും ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഈസി ടു മേക്കാണ്. നിങ്ങൾക്കറിയാലോ, ക്യാരറ്റ് വന്നിട്ട് സ്റ്റീം ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താൽ വേറൊരു കാര്യം ആവശ്യമില്ല. വിറ്റമിൻ എയും ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനും മുടിക്കും കണ്ണിനും എല്ലാത്തിനും സ്കിൻ കളറിനും ഒക്കെ നല്ല ബെനിഫിറ്റ്സ് ഉള്ളൊരു ഐറ്റം തന്നെയാണ് ഈ ക്യാരറ്റ് പ്യൂരി എന്ന് പറയുന്നത്. സെക്കൻഡ് മീലിന് ശേഷം, അതായത് ഈവനിങ് മീലിന് ശേഷം അവളൊരു ചെറിയൊരു നാപ്പ് എടുക്കാറുണ്ട്. പിന്നെ ഫീഡിങ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫീഡാണ്. അത് ചിലപ്പോൾ 4ഉം 5ഉം തവണയാവും, ചിലപ്പോൾ 2ഉം 3ഉം തവണയാവും. അത് വേരി ചെയ്യും കേട്ടോ. അത് ഡിപ്പെൻസ് ആണ്. അതുപോലെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നാപ്പൊക്കെ കഴിഞ്ഞിട്ട് കളിക്കുകയാണ്. ഫുൾ ടൈം കളി തന്നെയാണ്. ബാക്കി സമയങ്ങൾ കുറച്ച് നേരം എടുത്തിരിക്കണം, കുറച്ച് കളിക്കും, അങ്ങനെയൊക്കെയാണ്. സോ ഞങ്ങളുടെ റൊട്ടീൻ ഇതൊക്കെയാണ്. സോ 6 monthsൻ്റെ ഞങ്ങൾ എന്തൊക്കെയാണ് സോളിഡ്സ് കഴിക്കുന്നുള്ള വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.